എനിക്ക് ജയിലിൽ ചാടാൻ തോന്നിയിട്ടില്ല. കാരണം ജയിൽ ചാട്ടം ഒരു കുറ്റകരമാണെന്നറിയാം. കാരണം ഞാൻ തെറ്റ് ചെയ്യാതെ വന്ന ഒരാളാണ്. പിന്നെ എനിക്ക് എന്തിനു ജയിൽ ചാടണം? ആ സമയത്തൊക്കെ ജയിലുകളിൽ പല പീഡനങ്ങളും നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥര് വനിതാ തടവുകാരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ജയിലിലെ തടവുകാര് മുമ്പിലൊരു തോർത്തിടാതെ നടന്നിട്ടുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥർ വഴക്ക് പറയും. ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, ഒരാണ് എന്തെങ്കിലും ജോലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തടവുകാരിക്ക് 4 എസ്കോർട്ട് ഉണ്ട്. തിങ്കളും ബുധനും മീൻകറി തോരൻ, ഊണ് ഉച്ചയ്ക്ക്. പിന്നെ ശനിയാഴ്ചത്തെ കാര്യം പറയണ്ടല്ലോ, ജയിലിലെ മട്ടൻ കറി സൂപ്പർ. മേഡം ഒരു ഉണ്ട തിന്നാൻ കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ട ഉണ്ടാക്കാനുള്ള അനുമതി ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. പ്രസവിച്ച് നല്ല മിടുക്കനോ മിടുക്കത്തിയെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജയിലിൽ വരും. അവർ കളിച്ചിരിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് അവരൊക്കെ കാണുമ്പോൾ. മോഷണ കേസിലെ പിടിച്ചുപറി കേസിലൊക്കെ ഉള്ളവരാണ് ഗർഭിണികളായിട്ട് വരുന്നത്. കാല് വേദനയാണെങ്കിൽ ലിസി പുല്ല് തലയിൽ ചുമന്ന് തന്നെ വരണം. അല്ലെങ്കിൽ ലിസി വയ്യാത്ത കാലും വെച്ചിട്ട് പുല്ലും കെട്ട് വലിച്ചു കൊണ്ടുവരുമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വല്ലാത്ത എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയായിരുന്നു. പക്ഷെ ഓരോ തടവുകാരെയും നിർത്തി അവരുടെ കാൽവിരലിന്റെ ചോട്ടിൽ അവരുടെ പാത്രം വെപ്പിച്ച് ആ പാത്രത്തിലൂടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരോട് ചോറ് വിളമ്പിയിടാൻ പറഞ്ഞു. ഞാന് ആദ്യം ഇത് കേട്ടത് ഇങ്ങനെ നിന്ന് ഞെട്ടിപ്പോയി. കാരണം ജയിലാണ്. ജയിലിൽ നല്ല ഭക്ഷണം ഉണ്ട് എന്ന് വെച്ചിട്ട് ആരും ഒരിക്കലും ജയിലിലേക്ക് പോകാൻ ആഗ്രഹിക്കരുത്. കാരണം ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പരിൽ. ബന്ധനം തന്നെയല്ലേ. ചതിയിൽപ്പെട്ട് 34-ാം വയസ്സിലാണ് ലിസി റോസക്കുട്ടി എന്ന സുൽത്താൻ ബത്തേരി സ്വദേശിനിയായ സാധു യുവതി ജയിലിൽ അകപ്പെടുന്നത്. കുറ്റവിമുക്തയാക്കപ്പെട്ടത് 12 വർഷത്തിന് ശേഷവും. ജയിലിൽ കഴിഞ്ഞ ആ കാലയളവിൽ ലിസിക്ക് നഷ്ടമായത് അവരുടെ യൗവനമായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു, ബന്ധങ്ങളായിരുന്നു. അനുഭവിച്ചതാകട്ടെ സമാനതകളില്ലാത്ത സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും. ലിസി റോസക്കുട്ടിയുടെ ജയിൽ ജീവിതത്തിന്റെ 4ാം ഭാഗം. പഴയ കാലത്ത് ജയില്, അതായത് ഇപ്പൊ എല്ലാവരും PSC എഴുതി വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരാ. പഴയ കാലത്ത് ജയിലില് ജീവനക്കാരെ കിട്ടാൻ ഇല്ലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡെയിലി വേജസിന് അങ്ങനെ അടുത്തുള്ളവരോ അങ്ങനെ വിദ്യാഭ്യാസം കുറഞ്ഞവര് അങ്ങനെയൊക്കെ ഉള്ളവരെ ഇരുന്ന് ജയിലിൽ വരുന്ന തടവുകാരെ നോക്കാനുള്ള, സ്ത്രീകളെ നോക്കാനുള്ള. ആ സമയത്തൊക്കെ ജയിലുകളിൽ പല പീഡനങ്ങളും നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥര് വനിതാ തടവുകാരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം അത് അന്നത്തെ കാലമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ജയിലുകളിൽ അത് നടക്കത്തില്ല. കാരണം ഈ 12 വർഷം ഞാൻ ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. കാരണം ഞങ്ങള് ജയിലിലെ തടവുകാര് മുമ്പിലൊരു തോർത്തിടാതെ നടന്നിട്ടുണ്ട്. അവിടുത്തെ ഉദ്യോഗസ്ഥർ വഴക്ക് പറയും. ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, ഒരാണ് എന്തെങ്കിലും ജോലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തടവുകാരിക്ക് 4 എസ്കോർട്ട് ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പോഴത്തേത്. ജയിലുകളിൽ അങ്ങനെ സ്ത്രീകളെ മോശമായ രീതിയിൽ ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. പണ്ടൊക്കെ മോശപ്പെട്ട ആഹാരങ്ങളായിരുന്നു, പിന്നീട് ഇപ്പോഴൊക്കെ നല്ല ആഹാരങ്ങളാണ്. പിന്നെ വനിതാ ജയിലിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ തന്നെ പാചകം ചെയ്യുമ്പോൾ കുറച്ച് തടവുകാരെ ഉണ്ടാവുള്ളൂ. അവർക്കുള്ള റേഷൻ നല്ല വൃത്തിയിലും നല്ല ടേസ്റ്റിലും ഒക്കെ വെക്കാൻ കഴിയും. അവിടെ നല്ല രീതിയിലായിരുന്നു. എനിക്കൊക്കെ നല്ല ആഹാരമാണ് കിട്ടിയിരുന്നത്. ആദ്യമേ എല്ലാം ഉണ്ടായിരുന്നു, ഗോതമ്പ് ഉണ്ട ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഉണ്ടയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ചെന്നപ്പോഴേക്കും ഉണ്ട പോയി. ഞാൻ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്, സൂപ്പർ മേഡം ഒരു ഉണ്ട തിന്നാൻ കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ട ഉണ്ടാക്കാനുള്ള അനുമതി ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ചപ്പാത്തി പിന്നെ ഉപ്പുമാവ്, ഒരു ദിവസം ചപ്പാത്തിയാണ്, പിറ്റേ ദിവസം ഉപ്പുമാവ്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും ദോശ അല്ല ഇഡ്ഡലി, അരിമാവ് കൊണ്ട് സാമ്പാർ. എല്ലാ ശനിയാഴ്ചയും മട്ടൻ ജയിലിലെ മട്ടൻ കറി നല്ല ടേസ്റ്റ് ആട്ടോ. തിങ്കളും ബുധനും മീൻകറി തോരൻ, ഊണ് ഉച്ചയ്ക്ക്. വ്യാഴാഴ്ചയും സാമ്പാറും തോരനും അല്ലെങ്കിൽ അവിയല് അങ്ങനെ. പിന്നെ വെള്ളിയാഴ്ച ചെറുപയറ് തോരൻ, മോരുകറി, അവിയല് അങ്ങനെ. പിന്നെ ശനിയാഴ്ചത്തെ കാര്യം പറയണ്ടല്ലോ, ജയിലിലെ മട്ടൻ കറി അല്ലാത്തവർക്ക് അവിയല്, വെജിറ്റബിൾ, നല്ല ഭക്ഷണമായിരുന്നു ജയിലിൽ. വൈകുന്നേരം ചായക്ക് കടികൾ ഉണ്ടാവില്ല, ചായ മാത്രം.
നമുക്ക് ഏകദേശം 4 മണി 5 മണിയോടുകൂടി സെല്ലിപ്പെടണം. അതിനുള്ളിൽ വൈകുന്നേരം ചോറ് വിളമ്പും. ചോറുണ്ടാവും വൈകുന്നേരം. ആ ചോറ് എടുത്തു വെച്ചിട്ട് എല്ലാവരും രാത്രിയിലാണ് കഴിക്കുക. കറി നമുക്ക് അപ്പൊ കിട്ടുന്ന കറി അല്ലെ ഉച്ചക്കത്തെ കറികളോ എടുത്തു വെക്കാം. ജയിലിൽ നല്ല ഭക്ഷണം ഉണ്ട് എന്ന് വെച്ചിട്ട് ആരും ഒരിക്കലും ജയിലിലേക്ക് പോകാൻ ആഗ്രഹിക്കരുത്. കാരണം ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ ബന്ധനം തന്നെയല്ലേ. ഗർഭിണികളായി വരുന്ന സ്ത്രീകൾക്ക് ദയനീയാവസ്ഥയൊന്നുമില്ല. കാരണം ജയിലിൽ നല്ല കെയറിങ്ങാ. ഗർഭിണികൾക്ക് കറക്റ്റ് സമയത്ത് ഡോക്ടറെ കാണാൻ കൊണ്ടാവും. അവര് പ്രസവങ്ങളെല്ലാം ജയിലിൽ നിന്ന് ഹോസ്പിറ്റലുകളിൽ പെട്ടെന്ന് അവരുടെ പ്രസവ സമയത്ത് എത്തിക്കുന്നുണ്ട്. ജയിൽ സ്റ്റാഫുകൾ അവരെ നോക്കാൻ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ പോലീസ് എസ്കോർട്ട് ഏൽപ്പിക്കും. പ്രസവിച്ച് നല്ല മിടുക്കനോ മിടുക്കത്തിയെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ജയിലിൽ വരും. അവർ കളിച്ചിരിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് അവരൊക്കെ കാണുമ്പോൾ. പിന്നെ അവര് നമ്മളോട് അടുത്തൊക്കെ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ അവര് ഭൂരിപക്ഷവും വരുന്ന മോഷണ കേസിലെ പിടിച്ചുപറി കേസിലൊക്കെ ഉള്ളവരാണ് ഗർഭിണികളായിട്ട് വരുന്ന തമിഴത്തിൽ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നല്ല കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ട് നമുക്ക് നല്ല സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു സ്ത്രീ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നു. ആ കൊച്ചുമായിട്ട് ഞാൻ ഭയങ്കര അടുപ്പത്തിലായി. എന്ത് കാര്യത്തിനും എന്നെ തന്നെ വേണം എന്നുള്ള ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വനിതാ ജയിലിനെ സംബന്ധിച്ചിടത്തോളം ബാത്റൂമുകളെ ഇഷ്ടപ്പെടും. ഞാനൊക്കെ സ്വന്തം ഒറ്റയ്ക്കൊരു ബാത്റൂം യൂസ് ചെയ്യുന്ന ആളായിരുന്നു. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആരെയും ഒരാളെ കൂട്ടി ഷെയർ ചെയ്ത് അങ്ങനെ വനിതാ ജയിലിൽ ഇഷ്ടം പോലെ ബാത്റൂം ഉണ്ടായിരുന്നു. ജയിലിലെ വിനോദങ്ങള് നമുക്ക് റെസ്റ്റ് സമയത്ത് എന്തെങ്കിലും ലുഡോ കളിക്കാം, ക്യാരം ബോർഡ് കളിക്കാം, ഇഷ്ടം പോലെ വായിക്കാൻ പുസ്തകങ്ങളുണ്ട് ലൈബ്രറി. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ്, ആ പുസ്തകമൊക്കെ എന്നെ ഒത്തിരി സ്വാധീനം ചെലുത്തിയതാ. പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിൽ ഒരു വാചകം ഉണ്ടല്ലോ, നമ്മളെ എത്രത്തോളം ആഗ്രഹിക്കുന്നു, തീവ്രമായി എന്താഗ്രഹിക്കുന്നു ആ ആഗ്രഹം നിറവേറ്റാൻ നമ്മളോട് ഇപ്പൊ ഈ ലോകം തന്നെ കൂടെ നിൽക്കുമെന്ന് പറയുന്നുണ്ടല്ലോ പൗലോ കൊയ്ലോന്റെ ആ ഒരു ആൽക്കെമിസ്റ്റിലെ. അതേപോലെ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു എനിക്ക് ജയിലിൽ നിന്ന് മോചിതയാവണമെന്ന്. ആ തീവ്രമായ ആഗ്രഹത്തിന് എനിക്ക് വേണ്ടി ഒത്തിരി പേര് എൻ്റെ കൂടെ നിന്നു. എനിക്ക് ജയിലിൽ ചാടാൻ തോന്നിയിട്ടില്ല. കാരണം ജയിൽ ചാട്ടം ഒരു കുറ്റകരമാണെന്നറിയാം. കാരണം ഞാൻ തെറ്റ് ചെയ്യാതെ വന്ന ഒരാളാണ്. പിന്നെ എനിക്ക് എന്തിനു ജയിൽ ചാടണം? ഞാൻ ഒരിക്കലും ജയിലിൽ ചാടാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു പ്രാവായിരുന്നെങ്കിൽ പറന്നു പോകായിരുന്നു, ഒരു കാക്കയായിരുന്നെങ്കിൽ പറന്നു പോകായിരുന്നു, അല്ലെങ്കിൽ ഈ മതിൽക്കെട്ടിനുള്ളിലെ തുറക്കുമ്പോൾ ചാടി വരുന്ന ഏതെങ്കിലും ഒരു ഇഴജന്തു ആയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഇഴഞ്ഞെങ്കിലും എൻ്റെ വീട്ടിലെത്തായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ജയിലിൽ ചാടാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരിക്കൽ ജയിലില് കോട്ടയത്ത് നിന്ന് ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ട് വന്നു. കാരണം അവർക്ക് ആരോട് സ്നേഹമില്ലാത്ത പോലെയായിരുന്നു പെരുമാറി. അവർക്ക് എന്തോ എന്നെ കണ്ടുകൂടായിരുന്നു. എന്നെ ഒട്ടും ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്നോട് എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെയായിരുന്നു അവർക്ക് വന്നപ്പോൾ തൊട്ട്. അതെന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. ഞാൻ നന്നായി ജോലി ചെയ്യുമായിരുന്നു. പക്ഷെ ആ ഇടയ്ക്ക് എനിക്ക് കാലിന് ചെറിയൊരു പ്രശ്നം വന്നു. ഞാനൊന്ന് വീണതാണ്. പശുവിനെ വലിച്ചുകൊണ്ട് ഓടിയപ്പോ കാലിന് നല്ല വേദന വന്നു. അപ്പൊ പുല്ലെടുക്കാൻ എനിക്ക് പറ്റാതായി. ഇപ്പൊ എൻ്റെ കൂടെ വന്നവർ, ഞാൻ പുല്ല് നല്ലോണം അരിയും, അവരപ്പൊ പുല്ലും കെട്ട് ഏറ്റി എന്നോട് ഏറ്റുണ്ടാകും, ഞാൻ തലയിൽ വെച്ച് ചുമന്നോളാന്ന് പറഞ്ഞു. പക്ഷെ ഈ മേഡം അതിനനുവദിച്ചില്ല. കാല് വേദനയാണെങ്കിൽ ലിസി പുല്ല് തലയിൽ ചുമന്ന് തന്നെ വരണം, അല്ലെങ്കിൽ ലിസി വയ്യാത്ത കാലും വെച്ചിട്ട് പുല്ലും കെട്ട് വലിച്ചു കൊണ്ടുവരുമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വല്ലാത്ത എന്തോ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയായിരുന്നു. പക്ഷെ അവര് ഒരിക്കലും ചെയ്തു. അത് എന്നോടുള്ള വാശി കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ മൊത്തം എല്ലാ തടവുകാരെയും വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. കാരണം ഒരിക്കലും നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്നത്, ഇന്ന് എല്ലാവരും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണല്ലോ അധ്വാനിക്കുന്നു. ഈ ഒരു കളവ് ചെയ്യുന്നതും എന്ത് ചെയ്യുന്നതും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കാൻ. അങ്ങനെ ആ അന്നം ഓരോ തടവുകാരെയും നിരത്തി അവരുടെ കാൽവിരലിന്റെ ചോട്ടിൽ അവരുടെ പാത്രം വെപ്പിച്ച് ആ പാത്രത്തിലൂടെ കിച്ചണിൽ ജോലി ചെയ്യുന്നവരോട് ചോറ് വിളമ്പിയിടാൻ പറഞ്ഞു. ഞാന് ആദ്യം ഇത് കേട്ടത് ഇങ്ങനെ നിന്ന് ഞെട്ടിപ്പോയി. കാരണം ജയിലാണ്, നമ്മളെ പ്രതികരിച്ച പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ എന്റെ മനസ്സിനകത്ത് പ്രതികരിക്കണമെന്ന് തന്നെയായിരുന്നു. പക്ഷെ നമ്മള് വിശപ്പല്ലേ, ഞാനും വാങ്ങി ചോറ് കാലിന്റെ ചോട്ടിലിരുന്ന്. നമ്മുടെ പെരുവിരലിന്റെ താഴെ ഒരിക്കലും നമ്മുടെ ആഹാര പാത്രം ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കാലിന്റെ ഓരോരുത്തരും പ്ലേറ്റ് എടുത്ത് പോകുമ്പോൾ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് ഭക്ഷണത്തിനകത്തേക്ക് വീഴില്ലേ. ഇങ്ങനെ അവര് ചെയ്തപ്പോ ഞാൻ ആ ചോറ് വാങ്ങി, ആ ചോറ് ഞങ്ങൾ കുറെ പേര് കഴിച്ചില്ല, അവിടെ കൊണ്ടുവച്ചു. ഞാൻ ചോദിച്ചു എല്ലാവരോടും, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രതികരിക്കാൻ താല്പര്യമുണ്ടോ? എന്നോട് കൂടെ വരാം, ഞാൻ ഇത് ചോദിക്കാൻ തന്നെ പോവാണ്. പക്ഷെ അവിടെ ഒരു നസീമ എന്ന് പറഞ്ഞൊരു തടവുകാരി മാത്രം എൻ്റെ കൂടെ വന്നു. പക്ഷെ അവര് സംസാരിച്ചില്ല, ഞാനാ സംസാരിച്ച. ഞാൻ പറഞ്ഞു, മേഡം ഈ ചെയ്തത്
തെറ്റാണ്. ഇത് മാഡം ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. ഇനി ഒരിക്കൽ കൂടി മാഡം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഭക്ഷണം വാങ്ങാൻ ഞാൻ ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതെന്താ ഗവൺമെന്റ് തടവറയാണോ എന്ന് ഞാൻ ചോദിച്ചു ആ മാഡത്തോട്. അവരിപ്പോ റിട്ടയർഡ് ആയി പോയി. അവരെന്റെ പുസ്തകം വായിക്കണമെങ്കിൽ അനുഭവം അവർ കേൾക്കുകയും ചെയ്യണം. അതായിരുന്നു അവരൊരിക്കലും ചെയ്ത. അവർ മനുഷ്യ സ്ത്രീയല്ല, അല്ലെങ്കിൽ അങ്ങനെ ആഹാരത്തിനോട് തടവറയിൽ കഴിയുന്ന ഒരു മനുഷ്യരല്ലേ. കുറ്റം ചെയ്തിട്ടാവാൻ, ചെയ്തിട്ടില്ലായിരിക്കാം, എങ്കിലും അവരെ മനുഷ്യരായി കാണണ്ടേ, തങ്ങളുടെ സഹജീവികളാണെന്ന് മനസ്സിലാക്കണ്ടേ. അവരങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു.